ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആണ്. ഇപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത് മൊഡ്യൂൾ 3 കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആയിരുന്നു. കോമ്പിനേഷൻ സർക്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയുള്ളൊരു സർക്യൂട്ടാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. എന്താണൊരു സീക്വൻഷ്യൽ സർക്യൂട്ട്സ്? സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കോമ്പിനേഷൻ സർക്യൂട്ട്സും ഉണ്ട്, ഒരു മെമ്മറി ഉണ്ട്. മെമ്മറി മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ആദ്യം ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് എടുത്തു. ആ കോമ്പിനേഷൻ സർക്യൂട്ട് ഞാൻ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. കോമ്പിനേഷൻ സർക്യൂട്ടിന് എന്തുണ്ട്? ഔട്ട്പുട്ടുണ്ട്. ഈ കോമ്പിനേഷൻ സർക്യൂട്ട് എന്തും ആവാം. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പോലെ ആഡർ ആവാം, സബ്ട്രാക്ടർ ആവാം, മക്സ് ആവാം, ഡിമക്സ് ആവാം, എൻകോഡർ ആവാം, ഡീകോഡർ ആവാം, എന്തും ആവാം ഈ കോമ്പിനേഷൻ സർക്യൂട്ട്. അപ്പോൾ ഞാൻ അത് ഇൻപുട്ടും കൊടുത്തു, അതിനെനിക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ടും കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കണക്ഷൻ, ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഔട്ട്പുട്ടിൽ നിന്ന് ഇപ്പം നമ്മുടെ ഈ സർക്യൂട്ട് നോക്കിയാൽ അതാണ് എൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ട്. കോമ്പിനേഷൻ സർക്യൂട്ടിന് ഔട്ട്പുട്ടിൽ നിന്ന് കണ്ടോ ഒരു മെമ്മറി യൂണിറ്റ് വഴി എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലൊരു ബന്ധമുണ്ട്. അത് ആര് വഴി? മെമ്മറി വഴി. അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ടിനകത്ത് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? കോമ്പിനേഷൻ സർക്യൂട്ടിനെ യൂസ് ചെയ്യുന്നുണ്ട്. കോമ്പിനേഷൻ സർക്യൂട്ടിന് ഇൻപുട്ടുണ്ട്, കോമ്പിനേഷൻ സർക്യൂട്ടിന് എന്തുമുണ്ട്? ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ടിന് ഔട്ട്പുട്ടിനെ ഒരു മെമ്മറി വഴി എഗെയിൻ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഔട്ട്പുട്ടിനെ ഒരു ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാ ഫീഡ്ബാക്ക്. അപ്പം ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ആര് വഴി? മെമ്മറി വഴി. ഇതിനാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി മെമ്മറി യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലോക്ക് സിഗ്നലാണ്. ക്ലോക്ക് സിഗ്നലാണ് കൺട്രോൾ. ക്ലോക്ക് സിഗ്നൽ ഹൈ ആവാം, ക്ലോക്ക് സിഗ്നൽ വേണം ലോ ആവാം. ക്ലോക്ക് ഹൈ ലോ അങ്ങനെ രണ്ട് കണ്ടീഷനാണ് ഉണ്ടാവാറ്. ക്ലോക്ക് എന്താവാം? ഒന്നെങ്കിൽ ലോ ആവാം, അല്ലെങ്കിൽ ക്ലോക്ക് ഹൈ ആവാം. അപ്പോൾ ഏത് കണ്ടീഷനും ആയിക്കോട്ടെ. അപ്പം മെമ്മറീനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ക്ലോക്ക് സിഗ്നലാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കിക്കേ. സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് മെമ്മറി. മെമ്മറിയും കോമ്പിനേഷൻ സർക്യൂട്ടോടെ കൂടുന്നതിനെ പറയുന്ന പേരാണെന്ത്? സീക്വൻഷ്യൽ സർക്യൂട്ട്. പിന്നെ ഇതിനകത്ത് 1-2 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദ ഔട്ട്പുട്ട് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട്. അതാ കണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, ഇൻപുട്ട് ഞാൻ എന്ത് കൊടുത്തോ ആ ഇൻപുട്ടും ആ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ഷനുണ്ട്. ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് എങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഇൻപുട്ടും പാസ്റ്റ് ഔട്ട്പുട്ടും തമ്മിലൊരു കണക്ഷനുണ്ട്. അതാണെന്ത്? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ടും എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ടും? ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കോമ്പിനേഷൻ സർക്യൂട്ടിനകത്ത് എന്തില്ല? മെമ്മറി യൂണിറ്റ് ഇല്ല, ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. പക്ഷേ സീക്വൻഷ്യൽ സർക്യൂട്ടിനകത്ത് എന്തുണ്ട്? ഒരു മെമ്മറി യൂണിറ്റിന് ആവശ്യമുണ്ട്, അല്ലേ? കണ്ടോ? ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കേ. കോമ്പിനേഷൻ സർക്യൂട്ട് നമ്മൾ നേരത്തെ പഠിച്ച ആഡറും സബ്ട്രാക്ടറും ഡീകോഡറും എൻകോഡറും മക്സും ഡിമക്സും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു, അല്ലേ? അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുമ്പം ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. ഞാൻ ഇൻപുട്ട് കൊടുക്കുന്ന എന്താണോ അത് മാത്രമേ എനിക്ക് ഔട്ട്പുട്ടിൽ തരുന്നുള്ളായിരുന്നു, അല്ലേ? ഇൻപുട്ട് ഞാൻ 1 കൊടുത്തുമ്പോൾ ഔട്ട്പുട്ടിൽ എനിക്ക് എവിടെയോ ഔട്ട്പുട്ട് കിട്ടും. ആ രീതിയിലായിരുന്നല്ലോ. അങ്ങനത്തെ സർക്യൂട്ടിനെ പറയുന്ന പേരായിരുന്നു കോമ്പിനേഷൻ സർക്യൂട്ട്. സീക്വൻഷ്യൽ സർക്യൂട്ട് പക്ഷേ അങ്ങനെയാണോ? അല്ല. ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഞാൻ കൊടുക്കുന്ന ഇൻപുട്ടിനെയും ഞാൻ പിന്നെ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞേ? ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ പാസ്റ്റ് ഔട്ട്പുട്ട്, കഴിഞ്ഞു പോയ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പാസ്റ്റ് ഔട്ട്പുട്ടിന് അർത്ഥം എന്താണ്? കഴിഞ്ഞു പോയ ഔട്ട്പുട്ട്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ടിലേക്ക് ഞാനൊരു ഇൻപുട്ട് കൊടുത്തു, എനിക്കൊരു ഔട്ട്പുട്ടും കിട്ടി. ഈ ഔട്ട്പുട്ടിൽ നിന്നൊരു കണക്ഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇൻപുട്ട്. അപ്പോൾ ഔട്ട്പുട്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആര്? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയും. അതുകൊണ്ടാണ് ഒന്നാമത്തെ പോയിൻ്റ് ആയിട്ട് ഇത് പറഞ്ഞേക്കുന്നത്. ഇത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രസൻറ്റ് ഇൻപുട്ടിനെയും പ്രസൻറ്റിലുള്ള ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഔട്ട്പുട്ടിൽ നിന്ന് കണക്ഷൻ പോകുന്നുണ്ട്. ആ പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. രണ്ടാമത്തെ പോയിന്റ് കണ്ടോ? മെമ്മറി എലമെൻറ്റ് ഈസ് ആബ്സെൻറ്റ്. കണ്ടോ? ഇതാണ് കോമ്പിനേഷൻ സർക്യൂട്ട് നമ്മൾ പഠിച്ചത്, അല്ലേ? കോമ്പിനേഷൻ സർക്യൂട്ട് അത് മെമ്മറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ സീക്വൻഷ്യനകത്ത് ആരുണ്ട്? മെമ്മറി ഉണ്ട്. മൂന്നാമത്തെ കണ്ടോ? കോമ്പിനേഷൻ സർക്യൂട്ടിനകത്ത് നമ്മൾ ക്ലോക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ക്ലോക്ക് ഇല്ല. പക്ഷേ ഇതിനകത്ത് ആരുടെ ആവശ്യം വരുന്നുണ്ട്? ക്ലോക്ക്. മെമ്മറി യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ക്ലോക്കാണ്. അടുത്തത് പിന്നെ 2 പോയിൻറ്റ്സ് എളുപ്പമുള്ള പോയിൻറ്റ്സാണ്. കോമ്പിനേഷൻ സർക്യൂട്ട്സ് എപ്പോഴും കുറച്ചും കൂടി ഈസിയാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. സീക്വൻഷ്യൽ സർക്യൂട്ട് കുറച്ചും കൂടെ ഹാർഡറാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചും കൂടെ ഫാസ്റ്റും കോമ്പിനേഷൻ സർക്യൂട്ടാണ്. സീക്വൻഷ്യൽ സർക്യൂട്ട് കുറച്ചും കൂടെ സ്ലോ ആണ്. ഇത്രയാണ് നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട്സും സീക്വൻഷ്യൽ സർക്യൂട്ടും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത്
സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഞാനിവിടെ കാണിച്ചു തന്നു. എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു. അടുത്ത 2 പോയിൻ്റാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ഇപ്പം നോക്കണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോഴാണെങ്കിൽ അടുത്ത 2 പോയിൻറ്റും ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. എഗെയിൻ കോമ്പിനേഷൻ സർക്യൂട്ടിനെയും സീക്വൻഷ്യൽ സർക്യൂട്ടിനെയും കമ്പാരിസൺ എഴുതുക. ഓക്കെ, പിന്നെ ഞാനിവിടെ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്, സീക്വൻഷ്യലിലെ ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. എന്തിനകത്ത്? കമ്പാരിസനകത്ത്. കണ്ടോ, കമ്പാരിസനകത്ത് വരുന്നൊരു കാര്യമാണ് എപ്പോഴും ഫിഗർ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. ഒരു കമ്പാരിസൺ ടേബിൾ വരയ്ക്കുമ്പം ഫിഗർ ഉണ്ടെങ്കിൽ ഫിഗർ വരയ്ക്കാൻ നോക്കണം. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ ഈ ഫിഗർ തമ്മിൽ നമുക്ക് കമ്പാരിസൺ കാണിക്കാം, ഇതിങ്ങനെയാണെന്നും ഇതിങ്ങനെയാണെന്നും. പിന്നെ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്, ഹാഫ് ആർഡറും ഫുൾ ആർഡറും മൾട്ടിപ്ലക്സറും ഒക്കെ എക്സാമ്പിൾസാണ്. മക്സ് മാത്രമല്ല, ഡിമക്സ് ഉണ്ട്, ഡീകോഡർ ഉണ്ട്, എൻകോഡർ ഉണ്ട്, അതെല്ലാം എക്സാമ്പിൾസ് ആയിരുന്നു. കമ്പാരേറ്റർ, അതെല്ലാം എക്സാമ്പിൾസ് ആയിരുന്നു. സീക്വൻഷ്യൽ നമ്മളിനി പഠിക്കാൻ പോവുക ഫ്ലിപ്പ് ഫ്ലോപ്പും കൗണ്ടറും രജിസ്റ്ററും ആണ്. ആർക്ക് എക്സാമ്പിൾ? സീക്വൻഷ്യൽ സർക്യൂട്ട്സിന് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു, കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും പറഞ്ഞു. അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. സീക്വൻഷ്യൽ സർക്യൂട്ട് ശരിക്കും പറഞ്ഞാൽ മെയിൻലി 3 ടൈപ്പാണുള്ളത്, ഫ്ലിപ്പ് ഫ്ലോപ്പും കൗണ്ടറും ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും. അപ്പോഴത്തെ കോമ്പിനേഷനിൽ പഠിച്ചപ്പോൾ കുറേ ടൈപ്സ് ഉണ്ടായിരുന്നു, ആഡർ, സബ്ട്രാക്ടർ, മക്സ്, ഡിമക്സ്, കമ്പാരേറ്റർ, എൻകോഡർ, ഡീകോഡർ, അതൊക്കെ പല ടൈപ്സ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട്സ്. അരിത്തമാറ്റിക് സർക്യൂട്ട്സിന് എക്സാമ്പിൾ ആയിരുന്നു ആഡർ, സബ്ട്രാക്ടർ ഒക്കെ അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട്. അത് 3 ടൈപ്സാണ് മെയിൻലി ഉള്ളത്, ഫ്ലിപ്പ് ഫ്ലോപ്പും കൗണ്ടറും ഷിഫ്റ്റ് രജിസ്റ്ററും. നമ്മളിനി ആദ്യം പഠിക്കാൻ പോകുന്ന ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്സ് തന്നെ പല ടൈപ്പുണ്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇങ്ങനെ പല ടൈപ്പുണ്ട്. അതിൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ പറയുന്നത് S മീൻസ് സെറ്റ്, R മീൻസ് റീസെറ്റാണ്, D മീൻസ് ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്, JK മീൻസ് ജാക്ക് ആൻഡ് കിൽ ബി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് മീൻസ് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. മാറ്റിന് അടുത്തത് മാസ്റ്റർ സ്ലേവ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇത്രയും ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ശരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നതിന് മുമ്പേ ആദ്യം പഠിക്കേണ്ടത് ലാച്ചാണ്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം? ലാച്ച് വേണം. ഒരു ലാച്ച് എന്ന് പറഞ്ഞൊരു സർക്യൂട്ടുണ്ട്, ലാച്ചിൻ്റെ സർക്യൂട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ലാച്ച് വെച്ചിട്ടാണ് ആരെ ഉണ്ടാക്കുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലാച്ച് എന്താണെന്ന് എന്ത് ചെയ്യണം? പരിചയപ്പെടണം. ആദ്യം നമുക്ക് ലാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കി അതിന് വേണ്ടി SR ലാച്ച് വേണം. SR മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ SR എടുക്കുക. ഓക്കെ, SR ലാച്ച് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ S മീൻസ് സെറ്റാണെന്നും R മീൻസ് റീസെറ്റും. സെറ്റ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. സെറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ എന്നൊരു ഇതാണ്, റീസെറ്റ് എന്ന് പറഞ്ഞാൽ ലോ എന്നുള്ള. റീസെറ്റ് മീൻസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആക്കുക, റീസെറ്റ് എന്ന് പറഞ്ഞാൽ ലോ ആക്കുക. ഫോൺ റീസെറ്റ് ചെയ്യുക മീൻസ് ഫുള്ള് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ ക്ലിയർ ചെയ്യുന്നതാണ്. ക്ലിയർ മീൻസ് 0, ക്ലിയർ ചെയ്യുക. പിന്നെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ആക്കുക എന്നുള്ള അർത്ഥം. സെറ്റ് മീൻസ് ഹൈയും, റീസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 0യുമാണ്. ഓക്കെ, അപ്പോൾ SR ലാച്ച്. ഓക്കെ, ഇതാണ് ശരിക്കും ഒരു SR ലാച്ചിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫിഗർ ഏതാ? അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാരാരാ? നാൻ ഗേറ്റ്. ആദ്യം ഒരു നാൻ ഗേറ്റ് കാണിച്ചിട്ടുണ്ട്, 2 നാൻ ഗേറ്റ് കാണിച്ചിരിക്കുക. കണ്ടോ? നാൻ ഗേറ്റിന് ഒരു ഇൻപുട്ടായിട്ട് ആരെ കൊടുത്തു? S കൊടുത്തു. ഈ നാൻ ഗേറ്റിന് ഒരു ഇൻപുട്ടായിട്ട് ആരെ കൊടുത്തു? ആറും കൊടുത്തു. എന്നിട്ട് കണ്ടോ, ഞാൻ ഇപ്പോൾ ഇൻപുട്ടും കൂടിയായി, ഔട്ട്പുട്ടും ആയി. ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് അടുത്ത ഇൻപുട്ടായിട്ട് കൊടുത്തു. ഇവിടെ ഈ ഔട്ട്പുട്ടിൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഈ നാൻ ഗേറ്റിന് ഇൻപുട്ട്. ഔട്ട്പുട്ടിൽ നിന്ന് കണ്ട് ഇൻപുട്ടിലേക്ക്, ഈ ഔട്ട്പുട്ടിൽ നിന്നും ഈ ഇൻപുട്ടിലേക്ക്. അതിനെ പറയുന്ന പേരാണെന്ത്? സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. ഇതാണ് ലാച്ച്. ഒന്നുകൂടെ കാണിക്കാം. നാൻ ഗേറ്റ്, ആദ്യം 2 നാൻ ഗേറ്റ് വരച്ചു. നാൻ ഗേറ്റിന് ഒരു ഇൻപുട്ട് എസും ഒരു ഇൻപുട്ട് എന്തുമായി? ആറായി. ഈ ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് Q, ഈ ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് Q ബാർ. ഈ Q ആണ് രണ്ടാമത്തെ ഇങ്ങോട്ട് ഇൻപുട്ടായിട്ടും, ഈ Q ബാർ എങ്ങോട്ടും പോയി? ഇതിൻ്റെ ഇൻപുട്ടായിട്ടും പോയി. ഈ ഒരു സർക്യൂട്ടിനെ പറയുന്ന പേരാണ് SR ലാച്ച്. ഓക്കെ ആണോ? അപ്പോൾ SR ലാച്ചിന് 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉള്ളത്. എസും ആറും ഇൻപുട്ടുകളാണ്, Qയും Q ബാറും എന്തുമാണ്? ഔട്ട്പുട്ടുമാണ്. 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ് ഒരു SR ലാച്ചിന് ഉള്ളത്. ഇനി നമ്മൾ വർക്കിംഗ് പറയാൻ പോവാം. വർക്കിംഗ് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നാൻഡിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കുക. ഇതാണ് നമ്മുടെ നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ അല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് നാൻഡ് ട്രൂത്ത് ടേബിൾ കൺസിഡർ ചെയ്യാൻ കാരണം? ഇവിടുത്തെ ഗേറ്റ് ആരാ? നാൻ ഗേറ്റ് അല്ലേ. നാൻ ഗേറ്റിലേക്ക് ഒന്ന് നോക്കിക്കേ.
00 01 10 11 2 ഇൻപുട്ടാകുമ്പോൾ 4 കോമ്പിനേഷൻ. നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? ആൻഡ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? നാൻഡ്. ഓക്കെ, അപ്പോൾ നാൻഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇത് 00യ്ക്കും 01നും 10യ്ക്കും എന്താ ഔട്ട്പുട്ട്? 1 ആയിരിക്കും. 11 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണല്ലോ നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇൻപുട്ട് ലോ ആവുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കേസിൽ ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ്. ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവത്തുള്ളൂ? ലോ ആവത്തുള്ളൂ. ഇൻപുട്ട് എവിടെയെങ്കിലും ലോ ഉണ്ടെങ്കിൽ നാൻഡിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് വെച്ചിട്ടാണ് അതിൻ്റെ വർക്കിംഗ് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻപുട്ട് നിങ്ങൾക്ക് ഈ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇവിടെ ഇൻപുട്ട് ലോ ഉണ്ട്, ഇവിടെ ഇൻപുട്ട് ലോ ഉണ്ട്, ഇവിടെ ഇൻപുട്ട് ലോ. ഇൻപുട്ട് എവിടെയെങ്കിലും 0 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും എന്താണ്? ഹൈ. ഇവിടെ രണ്ടിടത്തും ഇൻപുട്ട് എന്താ? ഹൈയാണ്. ഇതിനകത്ത് ലോ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടോ? ഇല്ല, 2 ഹൈയാണ്. 2 ഹൈ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് എന്താവത്തുള്ളൂ? 0 ആവത്തുള്ളൂ. അല്ലാതെ ഇൻപുട്ടിൽ എവിടെയെങ്കിലും ഒരു 0 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ആർക്ക്? ഒരു നാൻഡ് ഗേറ്റിന്. ഓക്കെ, ഇനി ഞാൻ വർക്കിംഗ് പറയാൻ പോവാം. ആദ്യത്തെ ഒരു കണ്ടീഷൻ എടുക്കുക. S = 0, R = 1 ആണെന്ന് വിചാരിക്കാം. S = 0, R = 1 ആണെന്ന് വിചാരിക്കാം. അപ്പം എസിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ആറിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഞാൻ പറഞ്ഞു ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്നാ വരുന്നത്? ഇൻപുട്ടിലൊരു ലോ ഉണ്ട് അല്ലേ? ഇൻപുട്ടിൽ ലോ ഉണ്ടെങ്കിൽ എന്തായാലും ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആണ്. അതിൻ്റെ അർത്ഥം Q എന്തായാലും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇവിടെ 1 ആണ്. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ എന്താ 1? അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഈ 1 അല്ലേ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ 1 എന്നൊരു കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ Q ബാർ എന്തായി? 0 ആണ്. ഓക്കെ, അപ്പോൾ S = 0യ്ക്കും R = 1 ആണെങ്കിൽ Q എന്താണ്? Q 1 ആണ്, Q ബാർ 0. അപ്പോൾ Q ഇവിടെ എന്താ? Qനെയാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. Q 1 ആണെങ്കിൽ ആ കണ്ടീഷനെ പറയുന്ന പേരാണ് സെറ്റ്. അതായത് ഇൻപുട്ട് 0, 1 കൊടുക്കുന്ന സമയത്ത് Q എന്താണ്? 1ഉം Q ബാർ എന്താണ്? 0യാണ്. Q 1 ആവുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് സെറ്റ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലാച്ച് എന്താണ്? സെറ്റിലാണ്. അടുത്ത് നോക്കിക്കോ. ഇഫ് S = 1ഉം R = 0. നമുക്കറിയാം 4 കണ്ടീഷനാണുള്ളത്. 0 0 0 1 1 0 1 1. ഞാനിപ്പോൾ 0 1 പറഞ്ഞു. അടുത്ത് ഞാൻ പറയാൻ പോകും 1 0യുടെ കാര്യമാണ്. അതായത് ഇതാണ്, ഇത് എസ്സും ഇത് ആറും ആണെങ്കിൽ, S 1ഉം R 0 ആണെങ്കിൽ, S 1ഉം R 0 ആണെങ്കിൽ നമുക്കറിയാം R 0 വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് Q ബാർ എന്തായിരിക്കും? ഹൈ ആണ്. ഈ 1 ആണ് എന്തായാലും ഇവിടെ ചെല്ലുന്നത് അല്ലേ? അപ്പം ഇവിടെ എന്താ? 1 S = 1 അല്ലേ? അപ്പോൾ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 1. അപ്പം Q 0യും Q ബാർ എന്താണ്? 1ഉമാണ്. അപ്പോൾ Q 0 ആണെങ്കിൽ ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് റീസെറ്റ് എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, അടുത്ത കണ്ടീഷനാണ് ഇഫ് S = 0, R = 0. രണ്ടും 0 0 ആണെന്ന് വിചാരിക്കാം. എസും 0 ആണ്, ആറും എന്താണ്? 0 ആണ്. 0 0 വരുന്ന കണ്ടീഷൻ. ഇതും 0 ആണ്, ഇതും 0 ആണ്. നമുക്കറിയാം ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായാലും എന്തായിരിക്കും? 1 ആണ്. അപ്പം ഇതിൻ്റെ ഇവിടെയും 1 ആയിരിക്കും, ഇതും എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിക്കേ, Qയും 1 വന്നു, Q ബാറും 1 വന്നു. അങ്ങനെ വരാൻ പാടുണ്ടോ? നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നത് എന്നാ? A1 ആണെങ്കിൽ A ബാർ എന്തായിരിക്കണം? 0 ആണ്. അല്ലെങ്കിൽ എയുടെ വാല്യൂ 0 ആണെങ്കിൽ A ബാർ എന്തായിരിക്കണം നമ്മൾ പഠിച്ചിരിക്കുന്നത്? 1 ആണ്. അപ്പോൾ ഇങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ല. ഇപ്പം നോക്കിക്കേ, എസും 0 ആണ്, ആറും 0 ആയപ്പോൾ Qൻ്റെ വാല്യൂ ശരിക്കും എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. നമ്മുടെ കണ്ടീഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നാൻഡ് ഗേറ്റിനകത്ത് നാൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നാ? ഇൻപുട്ട് ലോ ആണെങ്കിൽ തന്നെ നാൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് എന്തായിട്ടേ വരുള്ളൂ? ഹൈയാണ്. അപ്പം Qയും 1, Q ബാറും 1. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ ശരിക്കും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് ഇൻവാലിഡ് കണ്ടീഷൻ. കണ്ടോ? അതുകൊണ്ടാണ് നമ്മളിതിനെ എന്ത് പറയും? ഇൻവാലിഡ് കണ്ടീഷനാണെന്ന് പറയും. അതായത് S 0യും R 0 ആവുന്ന കണ്ടീഷൻ ഒരു ലാച്ചിനകത്ത് എപ്പോഴും എന്താണ്? ഇൻവാലിഡ് ആണ്. അടുത്തത് ഇഫ് S = 1, R = 1 ആണെന്ന് വിചാരിക്കാം. എസും 1 ആണ്, ആറും 1 ആണെന്ന് വിചാരിക്കാം. S 1 ആണ്, ആറും എന്താണ്? 1 ആണ്. നമുക്ക് നമ്മുടെ ട്രൂത്ത് ടേബിൾ പ്രകാരം 0 0 0 1 1 0 1 1 ഇൻപുട്ടിൽ എവിടെയെങ്കിലും ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഔട്ട്പുട്ട് ഹൈ ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എസും 1 ആണ്, ആറും 1 ആണ്. അപ്പോൾ ഈ ഇൻപുട്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ? അപ്പോൾ 1ൻ്റെ കൂടെ ചിലപ്പോൾ 0 ആവാം, 0 ആകാം, എന്തും ആവാം. 1ൻ്റെ കൂടെ 0 ആണോ ഇവിടെ വന്ന് കിടക്കുന്നത്? ഇവിടെ 0 ആണോ? Q എന്താണോ Q ബാർ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ? കാരണം ഇപ്പോൾ 1 ആയതുകൊണ്ട് ഇവിടെ 0 ആണോ, 0 ഇവിടെ 1 ആണോ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പ്രെഡിക്റ്റബിൾ അല്ല.
ഒന്നുകൂടെ പറയാം ഞാൻ. അതായത് ഇപ്പോൾ എസിൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ വണ്ണാണ്, ഇവിടെ ആറിൻ്റെ വാല്യൂ ഇപ്പോൾ വണ്ണല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് ഒരു നാൻഡ് ഗേറ്റിന് ഇൻപുട്ട് എന്ന് പറഞ്ഞ് ലോയാണ്. ഇപ്പോൾ എസിൻ്റെ വാല്യൂ 0 ആണ്, എനിക്ക് ഉറപ്പായിട്ടും പറയാം ഔട്ട്പുട്ട് എന്തേ കിട്ടുകയുള്ളൂ, ഹൈ ആണ്. കാരണം ഒരു നാൻഡ് ഗേറ്റിന് ഇൻപുട്ട് എവിടെയെങ്കിലും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈയേ വരുള്ളൂ. പക്ഷേ ഒരു നാൻഡ് ഗേറ്റിന് ഇൻപുട്ടിൽ ഹൈ കിടപ്പുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്ന 1 ആണോ ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്ന 0 ആണോ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ 0 1 1 0 ഇതിനകത്തൊരു 1 ഉണ്ട്, ഇതിനകത്തൊരു 1 ഉണ്ട്. ഇപ്പം എസ് 1 ആണ്, ഇപ്പം എസ് 1 ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് 0 ആണോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് സ്റ്റേറ്റിനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അതായത് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. ഇപ്പോൾ ഇവിടെ എസ് ഈക്വൽ ടു 1 ആർ ഈക്വൽ ടു 1 ആണ്. നമ്മളങ്ങ് അസ്യൂം ചെയ്തു ക്യൂവിൻ്റെ വാല്യൂ 0 ആണ്, ക്യൂ ബാർ അപ്പോൾ 1 ആയിരിക്കുമല്ലോ. ക്യൂ 0 ആണെങ്കിൽ ഈ 0 എവിടെ ചെല്ലുള്ളൂ, അതെ ഇതിലേക്ക് ചെല്ലുള്ളൂ. ഇവിടെ 0 ചെല്ലും. ഇവിടെ 0 1 വരുമ്പം ഈ ക്യൂ ബാർ എന്താവും, ഹൈ ആവും. ഒന്നെങ്കിൽ നമ്മളങ്ങ് അസ്യൂം ചെയ്തു ക്യൂവിൻ്റെ വാല്യൂ 0യും ക്യൂ ബാറിൻ്റെ വാല്യൂ 1 ആണ് നമ്മളങ്ങ് അസ്യൂം ചെയ്തു. അതല്ലെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ 1 ആവാം, അല്ലെങ്കിൽ ക്യൂ ബാറിൻ്റെ വാല്യൂ എന്താവാം, 0 ആവാം. നമ്മളങ്ങനെ അങ്ങോട്ട് അങ്ങ് അസ്യൂം ചെയ്തു. ഓക്കെ കണ്ടോ. ലെറ്റസ് അസ്യൂം പ്രീവിയസ് ഔട്ട്പുട്ട് ക്യൂ ഈസ് ഈക്വൽ ടു 0 ക്യൂ ബാർ ഈക്വൽ ടു 1 ഓർ ക്യൂ ഈക്വൽ ടു 1 ഓർ ക്യൂ ബാർ ഈക്വൽ ടു 0. അപ്പോൾ പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തു. ക്യൂ ഈക്വൽ ടു 0 ക്യൂ ബാർ ഈക്വൽ ടു 1 എന്നോ ക്യൂ ഈക്വൽ ടു 1 എന്നോ ക്യൂ ബാർ ഈക്വൽ ടു 0 എന്നോ ഞാനങ്ങ് കൺസിഡർ ചെയ്യുക. അങ്ങനെ ഓരോ കേസും ഞാൻ ഇപ്പോൾ ഈ കേസ് എടുത്തപ്പോൾ നോക്കിക്കേ, ക്യൂവിൻ്റെ വാല്യൂ 0 ആയിരുന്നു, ക്യൂ ബാറിൻ്റെ വാല്യൂ അപ്പോൾ 1 ആയിരുന്നു, ഞാനങ്ങ് എടുത്തു. അപ്പം ഈ ക്യൂ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എസ് ആറും ഇപ്പോൾ എന്താ 1 1 അല്ലേ. അപ്പോൾ ഈ ക്യൂ ആണ് ഇവിടെ വരുന്നത്. ഈ ക്യൂ ഇപ്പം നോക്കിക്കേ 1 0 വരുമ്പം ഔട്ട്പുട്ട് എന്തായാലും എന്ത് തന്നെയാണ് 1. ഇവിടെയും ഈ 1 ആണല്ലോ എങ്ങോട്ട് ഇല്ലെന്നേ, എസിലേക്ക് ഇല്ലെന്നേ. അപ്പോൾ 1 1 വരുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്, 0. അപ്പോൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് തന്നെയാണ് എന്ത്, നമ്മൾ ഏതെങ്കിലും പ്രീവിയസ് ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ പ്രീവിയസ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ് എടുത്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നാലും പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റ് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ ഞാൻ 1 എന്നും ക്യൂ ബാറിൻ്റെ വാല്യൂ 0 എന്നും ഞാൻ കൺസിഡർ ചെയ്താൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നത്, ഒരു ചേഞ്ചും ഇല്ല അല്ലേ. ഞാൻ അസ്യൂം ചെയ്ത വാല്യൂസ് എന്താണോ അത് തന്നെയാണ് എസിൻ്റെ വാല്യൂ 1 ആയപ്പോഴും ആറിൻ്റെ വാല്യൂ 1 ആയപ്പോഴും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് നോ ചേഞ്ച് കണ്ടീഷൻ അല്ലെങ്കിൽ മെമ്മറി സ്റ്റേറ്റ് എന്ന് പറയും. അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റ് തന്നെയാണ് 1 1 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇപ്പോൾ 0 0 0 1 1 0 1 1 4 കണ്ടീഷനാണ്. 0 0 0 1 1 0 1 1. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂ എപ്പോഴാണോ ലാച്ചിൻ്റെ വാല്യൂ എപ്പോഴാണോ 1 1 ആവുന്നത് ആ സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ട് മുമ്പ് ഏത് സ്റ്റേറ്റ് ആയിരുന്നോ, തൊട്ട് മുമ്പ് 1 0 ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് 0 1 തൊട്ട് മുമ്പ് 0 0 എന്തും ആയിക്കോട്ടെ, തൊട്ട് മുമ്പ് ഏത് സ്റ്റേറ്റ് ആയിരുന്നോ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നേ ആ ഔട്ട്പുട്ട് തന്നെയായിരിക്കും 1 1 കൊടുക്കുമ്പോഴും. തൊട്ട് മുമ്പ് എന്താണോ ക്യൂ കിട്ടിയത്, തൊട്ട് മുമ്പ് എന്താണോ ക്യൂ ബാർ കിട്ടിയിരുന്നേ അതായിരിക്കും എസിൻ്റെ വാല്യൂ 1 ആറിൻ്റെ വാല്യൂ 1 ആകുമ്പോഴും സെയിം തന്നെ, നോ ചേഞ്ച് ആണ്. തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ് തന്നെയായിരിക്കും പ്രീവിയസ് സ്റ്റേറ്റും. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഇപ്പം ഇൻപുട്ട് 0 1 കൊടുത്തപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തായി, 0 1 കൊടുക്കുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യൂ ഈസിക്കൽ ടു 1 തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ എഫ് ഈസിക്കൽ ടു 0 ആർ ഈക്വൽ ടു 1 ആയപ്പോൾ ക്യൂ എന്താ 1 ആയി, ക്യൂ ബാർ 0 ആണ്. എസിൻ്റെ വാല്യൂ 1 ആറിൻ്റെ വാല്യൂ 0 കൊടുത്തപ്പോൾ ക്യൂ എന്തായി 0 ആയി മാറി കണ്ടോ. അപ്പോൾ ക്യൂ മാറി. പക്ഷേ നമ്മൾ എസിൻ്റെ വാല്യൂ 1 ആറിൻ്റെ വാല്യൂ 1 കൊടുക്കുകയാണ്, 1 1 എന്നൊരു കണ്ടീഷൻ ലാച്ചിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പ് എന്തായിരുന്നോ അതിൻ്റെ ഔട്ട്പുട്ട്, തൊട്ട് മുമ്പ് ക്യൂ എന്തായിരുന്നോ തൊട്ട് മുമ്പ് ക്യൂ ബാർ എന്തായിരുന്നോ അത് തന്നെ റിപ്പീറ്റ് അടിക്കും, അല്ലാതെ മാറത്തില്ല. ഔട്ട്പുട്ടിന് ഒരു ചേഞ്ചും ഇല്ല. അതുകൊണ്ടാണ് ആ കണ്ടീഷൻ എന്ത് പറയുന്നത്, നോ ചേഞ്ച് കണ്ടീഷൻ.